ആ പൊസിഷനിൽ നിന്ന് ഒരു ഉയർന്ന പൊസിഷനിലേക്ക് കയറണം എന്നുണ്ടെങ്കിൽ അവർക്ക് ക്വാളിഫിക്കേഷൻസ് മാത്രം പോരാ. എന്തൊക്കെയായിരിക്കും വേണ്ടത്? എപ്പോഴും നമ്മളുടെ മനസ്സിൽ വരുന്നത് അവർക്ക് ഉയർന്ന തലത്തിലുള്ള ബന്ധങ്ങൾ ആവശ്യമുണ്ടെന്നാണ്. ഓഫ് കോഴ്സ് നമ്മളുടെ സീനിയർ ആൾക്കാരുമായിട്ടും അല്ലെ സ്ഥാപനത്തിൻ്റെ മറ്റു റൂൾസുമായിട്ടും ആ സ്ഥാപനത്തിൻ്റെ വിഷനുമായിട്ടുമൊക്കെ നമ്മൾ കണക്റ്റഡ് ആയിരിക്കണം. അതുമായിട്ട് നമുക്ക് പൊരുത്തപ്പെട്ടു പോകാൻ പറ്റണം. അതുമായിട്ട് അതൊക്കെ ഫോളോ ചെയ്യാനുള്ളൊരു താല്പര്യമൊക്കെ നമ്മളിലുണ്ടാവണം. അവിടെ നമ്മൾ ഇങ്ങനൊരു വ്യക്തിയാണ്, നമ്മളുടെ ഐഡിയോളജി ഇതാണ് എന്ന് പറഞ്ഞ് നിൽക്കുകയല്ല വേണ്ടത്. അപ്പോൾ അവിടെ നമുക്ക് കണക്ഷൻസ് നീഡഡ് ആണ്. ആ സ്ഥാപനവുമായിട്ടുള്ള കണക്ഷൻ. ആ സ്ഥാപനം എന്ന് പറഞ്ഞാൽ ആ സ്ഥാപനത്തിലെ മേധാവിയുമായിട്ടുള്ള അല്ലെങ്കിൽ അതിലെ ഉയർന്ന ഉദ്യോഗസ്ഥരുമായിട്ടുള്ള സുഹൃത്ത് ബന്ധമല്ല പറയുന്നത്. എന്താണ് ആ സ്ഥാപനത്തിൽ നടക്കുന്ന വർക്ക്, അതിലെത്രത്തോളം നമ്മൾ ഇൻവോൾവ് ആണ്, അതാണ് ആ ബന്ധം. അവിടെ നടക്കുന്ന കാര്യങ്ങൾ എത്രത്തോളം നമ്മൾ അറിയുന്നുണ്ട്, അവിടെ നടക്കുന്ന പ്രവൃത്തികൾ ഇതിലും മികച്ചതായി നടത്താൻ നമുക്ക് എന്തൊക്കെ അതിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും, അങ്ങനെ നമുക്ക് ആ സ്ഥാപനവുമായിട്ടുള്ള ഒരു ബന്ധം. ദെൻ സീനിയേഴ്സും അവിടെ മറ്റ് ജോലി ചെയ്യുന്ന ആൾക്കാരുമായിട്ടുള്ള സുഹൃത്ത് ബന്ധം. സുഹൃത്ത് ബന്ധം എന്ന് പറയുന്നത് നമ്മൾ അവരുടെ ഫ്രണ്ട് ആകണം എന്നൊന്നുമല്ല, എല്ലാവരുമായിട്ടും സോഷ്യലൈസ് ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റുന്ന നമ്മളുടെ ഒരു നേച്ചർ അവിടെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു ടീം വർക്കിൽ എത്രത്തോളം നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റുന്നു, മറ്റൊരാൾ നമുക്കൊരു ജോലി അസൈൻ ചെയ്ത് തന്നാൽ നമ്മൾ എത്രത്തോളം കൃത്യതയോടുകൂടി അത് ചെയ്തു കൊടുക്കുന്നു, അല്ലെ മറ്റുള്ളവരെ കൊണ്ട് നമുക്കൊരു വർക്ക് ചെയ്യിപ്പിക്കണം എന്നുണ്ടെങ്കിൽ, സ്ഥാപനത്തിലെ വർക്ക് ചെയ്യിപ്പിക്കണമെന്നുണ്ടെങ്കിൽ എത്രത്തോളം ഒരു ലീഡർഷിപ്പ് സ്കില്ല് നമ്മളുടെ കയ്യിലുണ്ട്. അതിൽ ഓരോ പൊസിഷൻ അനുസരിച്ച് ആ പൊസിഷൻ ഡിമാൻഡ് ചെയ്യുന്ന ക്വാളിറ്റി നമുക്ക് ആവശ്യമാണ്. അതാണ് നമ്മൾ പറയുന്ന ആ സ്ഥാപനവും അവിടുത്തെ വർക്കുമായിട്ടുള്ള നമ്മളുടെ ബന്ധം.